തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കണ്ണൂർ ജില്ലയിലും നേട്ടമുണ്ടാക്കി UDF. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി കോർപ്പറേഷൻ ഭരണം നിലനിർത്തിയ UDF, LDFിന്റെ 2 ബ്ലോക്ക് പഞ്ചായത്തുകളും മലയോര മേഖലയിലെ ചില പഞ്ചായത്തുകളും പിടിച്ചെടുത്തു. സംസ്ഥാനത്തെന്ന പോലെ കണ്ണൂർ ജില്ലയിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDFിന് വലിയ തിരിച്ചടിയാണ് നേരിട്ടത്. ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്താനായെങ്കിലും 2 ബ്ലോക്ക് പഞ്ചായത്തുകൾ നഷ്ടപ്പെട്ടു. ആകെയുള്ള 11 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഇരിട്ടി മാത്രമായിരുന്നു കഴിഞ്ഞ തവണ UDFിന് ലഭിച്ചത്. ഇത്തവണ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് LDF തിരിച്ചുപിടിച്ചെങ്കിലും ഇടതിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഉൾപ്പെടുന്ന തളിപ്പറമ്പ് ബ്ലോക്കും പേരാവൂർ ബ്ലോക്കും UDF പിടിച്ചെടുത്തു. പേരാവൂർ ബ്ലോക്കിന് കീഴിലെ കേളകം, കണിച്ചാർ പഞ്ചായത്തുകളും LDFിന് നഷ്ടമായി. പയ്യന്നൂർ ബ്ലോക്കിന് കീഴിലെ ചെറുപുഴ പഞ്ചായത്ത് ഭരണവും UDF പിടിച്ചെടുത്തു. എടക്കാട് ബ്ലോക്ക് പഞ്ചായത്തിലും LDFും UDFും ഒപ്പത്തിനൊപ്പമാണ്. 7 ഡിവിഷനുകളിൽ വീതം ഇരുമുന്നണികളും വിജയിച്ചു. ജില്ലയിൽ ആകെയുള്ള 71 പഞ്ചായത്തുകളിൽ LDF 45 പഞ്ചായത്തുകളിൽ വിജയിച്ചപ്പോൾ UDF 21 പഞ്ചായത്തുകൾ സ്വന്തമാക്കി. 2 പഞ്ചായത്തുകളിൽ ഇരുമുന്നണികളും സമനിലയിലാണ്. കടമ്പൂർ, മുണ്ടേരി പഞ്ചായത്തുകളിലാണ് LDFും UDFും സീറ്റുകളുടെ എണ്ണത്തിൽ ഒരേ നിലയിലായത്. കണ്ണൂർ കോർപ്പറേഷനിൽ UDF വൻ വിജയം നേടിയപ്പോൾ LDFിന് ഇത്തവണ 4 ഡിവിഷനുകൾ കുറഞ്ഞു. 2020-ൽ LDFിന് കോർപ്പറേഷനിൽ 19 സീറ്റുകൾ ലഭിച്ചിരുന്നു. അത് ഇത്തവണ 15ആയി കുറഞ്ഞു. എന്നാൽ നഗരസഭകളിൽ കഴിഞ്ഞ തവണത്തെ അതേ നില തുടർന്നു. 8 നഗരസഭകളിൽ 5 നഗരസഭകൾ LDFിനൊപ്പവും 3 എണ്ണം UDFിനൊപ്പവുമായിരുന്നു 2020-ൽ. ഇത്തവണയും തലശ്ശേരി, കൂത്തുപറമ്പ്, ആന്തൂർ, ഇരിട്ടി, പയ്യന്നൂർ നഗരസഭകൾ LDFിനൊപ്പം തന്നെ നിലകൊണ്ടപ്പോൾ ശ്രീകണ്ഠപുരം, പാനൂർ, തളിപ്പറമ്പ് നഗരസഭകളിൽ UDF ഭരണം നിലനിർത്തി. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.